ഐസോവച്ചത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയാൽ സന്തോഷം. ഇന്ന് ഒരു യാത്ര പോവുകയാണ് ഹൊസൂരിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും ഹൊസൂരിലേക്ക്. ഹൊസൂർ ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് അരുൾമികു ശ്രീ ചന്ദ്രചൂഡേശ്വര ക്ഷേത്രത്തിലേക്ക്. ഹൊസൂർ ടൗണ് അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗണാണ്. ഇപ്പോൾ ഒരു വലിയ റിനോവേഷൻ്റെ ഭാഗം കൂടിയാണ്. വൻകിട അന്താരാഷ്ട്ര കമ്പനികളുടെയൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പോൾ കൃഷ്ണഗിരി ജില്ലയിൽ തന്നെ ഹൊസൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ ഒരു വലിയ കമ്പോളം തന്നെയാണ് ഹൊസൂർ എന്ന നഗരം. അങ്ങനെ വഴിയോര കച്ചവടക്കാരെയും കടന്ന് ഞാൻ നടക്കുകയാണ് ശ്രീ ചന്ദ്രചൂഡേശ്വരൻ്റെ മുമ്പിലേക്ക്. നാഷണൽ ഹൈവേയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം 800 മീറ്ററോളം നമുക്ക് കയറേണ്ടതുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഈ യാത്രയുടെ ഇരുവശവും, ഈ വഴിത്താരയുടെ ഇരുവശവും നമുക്ക് ഒരുപാട് ജീവിതങ്ങളെ കാണാൻ കഴിയും. ആടുമാടുകളും മനുഷ്യനുമെല്ലാം ഒരേ കുളത്തിൽ നീരാടുന്നു. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂർ എന്ന പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനും പാർവതിക്കും തുല്യ പ്രാധാന്യമാണ് ഇവിടെ. പാർവതിയെ മരകതാംബാൾ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത്, അതായത് പച്ചപ്പിന്റെ ദേവത. അതിന്റെ പുറകിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. 10-ാം നൂറ്റാണ്ടിൽ ചെവിടപ്പടി എന്നും 13-ാം നൂറ്റാണ്ടിൽ മുരശനാടെന്നും 16-ാം നൂറ്റാണ്ടിൽ ഹൊസൂർ എന്നും നാമം കുറെ മാറിയിട്ടുണ്ട് ഈ നാടിന്. ഹിന്ദു ഐതിഹ്യങ്ങളെ വർണ്ണിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമായ പത്മഗിരി മഹാത്മ്യത്തിലും ഈ ക്ഷേത്രത്തെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. ആയിരത്തി 260 ഹൊയ്സാല രാജവംശത്തിലെ തിരുപ്പുവണ്ണമല പർവ്വതരാജ അന്തിയാഴ്വാറാണ് ഈ ക്ഷേത്രത്തിന് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് ഘടന നിർണയിച്ചത്. പിന്നീട് പത്മഗിരി മഹാത്മ്യപ്രകാരം അഴകിയ പെരുമാൾ ആദിമൂലം ഈ ക്ഷേത്രം പുതുക്കിപ്പണിതു എന്നും ഐതിഹ്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് ക്ഷേത്രം നട തുറന്നിരിക്കുക. എന്നാൽ തിങ്കളാഴ്ച ദിവസം മാത്രം എന്നും രാവിലെ 4:30 നട തുറക്കും. പിന്നീട് പ്രത്യേകിച്ചുള്ള വിശേഷ അവസരങ്ങളിലും ചിലപ്പോൾ സമയമാറ്റം സ്വാഭാവികമാണ്. എല്ലാവിധ ക്ഷേത്ര പൂജകളും ഈ സമയത്തിനുള്ളിലാണ് നടക്കുക. 1000 വർഷത്തിനു മേൽ പഴക്കമുള്ള ചന്ദ്രശേഖരന്റെ ഈ ക്ഷേത്രം അതിചൈതന്യമുള്ള ഭാരതക്ഷേത്രങ്ങളുടെ പട്ടികയിലൊന്നാണ്.
തമിഴ്നാടിൻ്റെ ക്ഷേത്ര നിർമ്മാണ ശൈലികൾ എത്രത്തോളം പാടിപ്പുകഴ്ത്തിയാലും മതി വരാത്തതാണ്. അതിമനോഹരമായ സായന്തനങ്ങൾ, അതിമനോഹരമായ പ്രഭാതങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. മികച്ച കാലാവസ്ഥയുള്ള ഒരു നഗരം തന്നെയാണ് ഹൊസൂർ എന്ന് പറയുന്നത്. അതിവിടെ വന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം. റെയിൽ മാർഗം കേരളത്തിൽ നിന്നും ഇവിടേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും 2 ട്രെയിനുകളാണ് സർവീസ് ഉള്ളത്. ഒന്ന് തിരുവനന്തപുരം നോർത്ത് യശന്തപൂർ ഗരീബ് രഥ് എക്സ്പ്രസ്. അത് ഒരാഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവുമുള്ള രാവിലെ 9:10 എറണാകുളം ജംഗ്ഷനിൽ നിന്നെടുത്ത് വൈകുന്നേരം 6:30 കൂടി ഇവിടെ എത്തുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്, അതിനും ഇവിടെ ഹൊസൂർ സ്റ്റോപ്പുണ്ട്. ഈ 2 വണ്ടികളാണ് പ്രധാനമായിട്ടും റെയിൽ മാർഗമാണെങ്കിൽ നമുക്ക് ഹൊസൂരേക്ക് വരാനുള്ള എളുപ്പമാർഗം. പിന്നീട് ബസ് സർവീസുകളുണ്ട്. ആവശ്യം പോലെ എല്ലാ ബാംഗ്ലൂർ സർവീസുകളും, ആൾമോസ്റ്റ് സൗത്തിൽ നിന്ന് വരുന്ന എല്ലാ ബാംഗ്ലൂർ സർവീസുകളും ഹൊസൂർ വഴിയാണ് വരുന്നത്. ചില വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂർ വരെ വരുന്ന യാത്ര വെറുതെ ആവില്ല. പ്രത്യേകിച്ചും വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, മനോഹരമായ ഒരു വ്യൂ ആണ്. ഒരു സായന്തനം അല്ലെങ്കിൽ ഒരു പ്രഭാതമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം. ഒടുക്കത്തെ ചൂടാണ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു 11 മണി സമയമാണ്. ആ കാണുന്നില്ലേ, അതാണ് ഹൊസൂർ ശ്രീ ചന്ദ്രചൂടേശ്വര ടെമ്പിൾ. ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഹൊസൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ വാക്കിംഗ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ, ഒരു 800 മീറ്ററോളം നമ്മൾ ഈ പറയുന്ന പോലെ നല്ല കയറ്റമായിരിക്കും. അത് അത്യാവശ്യം എന്താ പറയുക, ഓട്ടോയൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഹാർഡാണ് നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ കയറുകയാണെങ്കിൽ. എന്തായാലും ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു ദിവസം മടങ്ങി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായ മറ്റൊരു ക്ഷേത്രം കൂടി ദർശിച്ചിട്ട് പോകാം എന്ന് കരുതി. അതെ, തമിഴ്നാട് കർണാടക അതിർത്തിയായ അത്തിപ്പല്ലയിൽ നിന്നും ബാംഗ്ലൂർ റൂട്ടിൽ ഏതാണ്ടൊരു 5 കിലോമീറ്ററോളം വരുന്ന സമയത്ത് നമുക്ക് നെരളൂരു എന്ന സ്ഥലത്തെത്താം. അവിടെ ശ്രീ പാർഷ സുശീൽ ധാം ശ്വേതാംബർ ജൈൻ മന്ദിർ എന്ന ഒരു ജൈന ക്ഷേത്രം നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ആശ്രമം കൂടിയുണ്ട്. NH7 സമീപത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. എപ്പോഴും നമ്മൾ സേലം വഴി സൗത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന വഴി നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന ഒരു ക്ഷേത്രമല്ല ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു നോക്കെങ്കിലും കണ്ട് ഇതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ സമീപത്ത്